ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു മട്ടൻ കറിയാണ് ഉണ്ടാക്കുക. കറി എന്ന് പറഞ്ഞാൽ അത്ര വെള്ളത്തോടു കൂടിയല്ല, ഇത്തിരി തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു മട്ടൻ കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോണേട്ടോ. അതിനായിട്ട് ഞാനിപ്പോൾ അത് തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ചേർത്തിട്ടുള്ളത് പിന്നെ സ്പൈസസ് എല്ലാം ചേർത്തിട്ടുണ്ട്. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക 2 എടുത്തിട്ടുണ്ട്. തൊലി കളഞ്ഞിട്ടാണ് ഇട്ടത്. പിന്നെ ഒരു ചെറിയ ഉള്ളി 2-3 ഇട്ടിട്ടുണ്ട്. കറിവേപ്പില ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, തേങ്ങ ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ തന്നെ വറുത്ത് പിടിച്ച മുളക് പൊടി കേട്ടോ ഇട്ടത്. അപ്പോൾ എല്ലാം കൂടിയിട്ട് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കണം. മട്ടൺ വാങ്ങിക്കാൻ പോയിട്ടുള്ളൂ, കിട്ടിയിട്ടില്ല സംഭവം. അപ്പോഴേക്കും ഞാൻ ഇവിടേക്ക് ഒന്ന് റെഡിയാക്കി കഴിഞ്ഞാൽ എനിക്ക് ഇത്തിരി ആശ്വാസം കിട്ടുമല്ലോ എന്ന് എഴുതിയിട്ടാണ്. ഇനിയിപ്പോൾ സവാള അരിയണം, തക്കാളി അരിയണം, പിന്നെ ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കാനുണ്ട്. ഇത് മൂത്തു വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ഞാനിതാ തേങ്ങ വറുത്തിട്ട് നന്നായിട്ട് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ മട്ടൻ കറി എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ വാങ്ങിക്കാൻ പോയിട്ടുള്ളൂ, പക്ഷേ ഇന്ന് കട തുറക്കില്ല, പെരുന്നാൾ കാരണം. ഇന്ന് മട്ടൻ ഒഴിവാണെന്ന്, മട്ടൻ ഉണ്ടാവില്ല എന്നാണ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ചിക്കൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണേ കേട്ടോ. ഒത്തിരി ഒരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഒക്കെ ഒരേമാതിരി തന്നെയാണ് നമ്മൾ വെക്കുന്നത്. എല്ലാ സ്പൈസസും ഇതൊക്കെ തന്നെയാണ് ചേർത്തിട്ട്. അപ്പം എന്തായാലും വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ അരച്ചും വെച്ചു, വറുത്തത് അരച്ച് വെച്ചു. ഇനി ചെയ്ത് കിട്ടിയിട്ടില്ല, ചിക്കൻ കിട്ടട്ടെ. പിന്നെ അത് ഞാനതിൽ സവാള മൂപ്പിക്കാൻ വെച്ച് സവാള മൂത്ത് വന്നപ്പോൾ ഞാനതിലേക്ക് ആദ്യം തന്നെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് നല്ല മൂത്ത മണം വന്നപ്പോൾ അപ്പോഴാണ് ഞാൻ സവാള വഴറ്റിയത്. സവാള വഴറ്റിയിട്ട് കുറച്ച് ഇവിടെയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. മല്ലിയിലയും കൂടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് മസാല ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ഞാനിത് ഇവിടെ മൂപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെള്ളം കഴുകി ഒഴിക്കാൻ വേണ്ടി ഇത് മിക്സിയിൽ വെച്ചിട്ടുണ്ട്. മട്ടൻ ഇവിടെ വേവിക്കാനും വെച്ചിട്ടുണ്ട്. മട്ടൻ വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതും മൂത്ത് വരുന്നേ ഉള്ളൂ. മസാല നല്ല ഇതയണിൻ്റെ പാത്രം കേട്ടോ. ഞാനിതിലാണ് ഇത് മയക്കിയെടുത്തിട്ട് ഇതിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കറുത്ത കളറൊന്നും വരില്ല, കണ്ടില്ലേ, നല്ല കളർ തന്നെ ആയിട്ട് കിട്ടും. ഞാനിത് മയക്കിയതാണ്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് ആയി കഴിയുമ്പോൾ നമുക്ക് ചിക്കനിലേക്ക് ചേർത്തിട്ട് പിന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയിൽ എനിക്ക് അവന് കുറച്ച് കഷ്ണങ്ങൾ എടുക്കണം. എൻ്റെ ഡോഗിന് കുറച്ച് കഷ്ണങ്ങൾ വെറുതെ വേവിച്ചിട്ട് എടുക്കണം. അതാണ് ഞാൻ മസാലയൊന്നും ചേർക്കാത്തത്. അവന് ഉപ്പും മസാലയൊന്നും ചേർക്കാതെയാണ് അവനെടുക്കേണ്ടത്. അതെടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ. അവനെടുത്ത് മാറ്റി വെച്ചതാണ് കേട്ടോ. ഞാൻ എൻ്റെ ഡോഗിനാണത്, ഉപ്പിടാതെ വേവിച്ചതാണത്. ഇനി നമ്മുടെ ഇതാണ്, അതിലേക്ക് ഞാൻ ഉപ്പിടാൻ പോവാണ്. ഇനി കല്ലുപ്പാണ് ഇട്ടത്. ഇനി നോക്കിയിട്ട് പിന്നെ ഇടാം. ഞാൻ കുറച്ചേ ഇട്ടിട്ടുള്ളൂ, നോക്കിയിട്ട് നമുക്ക് പിന്നെ ഇടാം. പിന്നെ ഇതിപ്പോൾ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മസാല അതിലേക്ക് ഇടാൻ പോവാണ്. ഇനി ഞാൻ എല്ലാം ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. കാരണം എനിക്ക് 2 കൈ ഒഴിവില്ല, ഒരു കൈ കൊണ്ടാണ് ചെയ്യണത്. അതുകൊണ്ട് ബാക്കി പിന്നെ കാണിച്ചു തരാം. ഇതാ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എനേബിൾ മാത്രം ചെയ്താൽ പോരാ, ഓളൊന്ന് പെട്ടെന്ന് അമർത്തണം. പിന്നെ എന്താ, ട്രൈ ചെയ്യണം കേട്ടോ, എന്തായാലും ട്രൈ ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. വറുത്തരച്ചത് ഞാൻ മട്ടനാണ് എന്ന് കരുതിയാണ് തേങ്ങ വറുത്തരച്ചത്. ചിലപ്പോൾ ഞാൻ ചിക്കനിലും അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ ജീരകപ്പൊടിയും കുരുമുളക് പൊടിയും ഞാൻ ഇത്തിരി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളോട് പറയാനും മറന്നുപോയി, കാണിക്കാനും മറന്നുപോയി. ഓക്കെ, താങ്ക് യു സോ മച്ച്.